ഹായ് ഗായ്സ്, ഇന്ന് വാട്ട് ഐ ഏറ്റ് ഫോർ നോമ്പ് തുറ. മൈ ഫസ്റ്റ് നോമ്പ് തുറയാണ്. ഷാരിഖിൻ്റെ വീട്ടിലെ എൻ്റെ ഫസ്റ്റ് നോമ്പ് തുറയാണ്. ഷാരിഖിൻ്റെ വീട്ടിൽ ഷാരിഖിൻ്റെ സ്ഥിരം നോമ്പ് തുറയാണ്. അപ്പോൾ ഉമ്മിയാണ് എല്ലാം ഉണ്ടാക്കിയത്. ഞാൻ ഓഫീസിൽ പോയത്. ഇക്കൂനൊരു ഡബ്ബുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം തണുത്തതും തണുക്കാത്തതും ഉണ്ടായിരുന്നു. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തണുക്കാത്തത് പറ്റുള്ളൂ. പിന്നെ ഈ 3 കോൺ മുട്ടാതെ നോമ്പ് മുറിയില്ലല്ലോ. ഫ്രൂട്ട്സ് ആയിട്ട് പപ്പായയും ഗ്രേപ്സും ഡേറ്റ്സും ഉണ്ടായിരുന്നു. അത് കൂടാതെ അപ്പം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇത് എനിക്കുള്ള ചിക്കൻ കറിയാണ്. അതുകൂടാതെ ഡക്ക് റോസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടനാടിൽ നിന്ന് മേടിച്ച ഡക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ സമൂസ കഴിക്കുന്നത് അപ്പത്തിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടാണ്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. നോമ്പ് തുറക്കുമ്പോൾ തന്നെ എല്ലാവരും നല്ലൊരു ഗ്ലാസ് ചായ അടിക്കും. ഇതാണ് ഉമ്മിയുടെ വീഡിയോ എടുക്കരുത് എന്നോട് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇട്ടിട്ടില്ല എന്നാൽ ഞാൻ പറഞ്ഞേക്കണം, ഞാനും പറയാൻ നിൽക്കണ്ട. അത് കഴിഞ്ഞ് വന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഡക്ക് ഫ്രൈയിങ് ആണ്. കുറച്ച് ഡക്ക് ഫ്രൈ ആക്കാനും വെച്ചായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഡക്ക് റോസ്റ്റ്, ഇത് ഫ്രൈഡ് ഡക്ക്. ഇവിടെ എല്ലാവരും ഫ്രൈ കഴിക്കുമ്പോൾ കുറച്ച് സവാള കൂടെ വേണം. ഇത് ബീഫ് കറി. ബീഫിൽ നെയ്യ് കിട്ടിയപ്പോൾ ഉമ്മിയുടെ കുഞ്ഞു കുട്ടിക്ക് വായിൽ വെച്ച് കൊടുത്ത് ഷാരു ഭയങ്കര ഹാപ്പി. ലാസ്റ്റ് അപ്പം ഒഴിക്കുമ്പോൾ ഞാനതൊരു പൂവപ്പാക്കിയിട്ട് ഇക്കുവിന് കൊടുക്കും. എന്താ അറിയില്ല, കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ പൂവപ്പൊക്കെ കൊടുക്കുമ്പോൾ ഇക്കും ഹാപ്പിയാവും, ഉണ്ടാക്കിയാൽ ഞാനും ഹാപ്പിയാവും. ഇങ്ങനെ അടുക്കളയിൽ കയറി വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ശരിയാക്കി വരുന്നുണ്ട്. അപ്പോൾ ഒരു രസം പൂവപ്പം ഉണ്ടാക്കിയപ്പോൾ. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നോമ്പ് തുറ. നിങ്ങളുടെ നോമ്പ് തുറയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നോമ്പ് ക്ഷീണം ഉണ്ടായിരുന്നു? എല്ലാവരും കമൻസിൽ പറഞ്ഞറിയിക്കും.